ഒരു ഗ്യാസ് ട്രബിൾ പ്രോബ്ലം ആയിട്ട് ഒരു 10-12 വർഷത്തോളമായിട്ട് ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ആളായിരുന്നു. നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ പരിചയപ്പെടുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ലിവർകെയിൻ സിറപ്പും അതുപോലെ തന്നെ ഇമ്മ്യൂണോത്രി പ്ലസ് ക്യാപ്സൂളും ആയിരുന്നു. അതിന് എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയിരുന്നു. കാരണം കുറേ ഇംഗ്ലീഷ് മെഡിസിൻസും അതുപോലെ തന്നെ ആയുർവേദവും ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ടൊന്നും മാറാത്തത് ഒരു 10 ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു വ്യത്യാസം കിട്ടിയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച സമയത്ത് ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് വിശക്കുന്നു എന്ന് തോന്നുമ്പോഴത്തേക്കും എനിക്ക് ഗ്യാസ് കയറും, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഫീൽഡിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ആയിരിക്കും കഴിക്കുക. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാസ് ട്രബിളിന്റെ ഒരു പ്രശ്നമേ ഇല്ല. അതൊരു ഭയങ്കര റിസൾട്ടാണ്. എനിക്ക് അത് എന്താ പറയാ, മറക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടാണ്. കാരണം 10 വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ഒരു പ്രോബ്ലം കൊണ്ട്. അത് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു പേഴ്സണൽ അനുഭവം പറയാൻ, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടും കൂടെയാണ് ബിലോ 37ന്റെ റിസൾട്ട്. ബിലോ 37 എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും ഭയങ്കര തലവേദനയായിരിക്കും. പുറത്തിറങ്ങിയ അന്ന് തലവേദനയും കൊണ്ട് തിരിച്ചു വരുള്ളൂ. അങ്ങനെ തലവേദന ഉള്ള ആളായിരുന്നു. ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം കൂടെ അത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം വിശന്നെന്ന് തോന്നിയാൽ തലവേദന ഉണ്ടാവും, കുറെ സംസാരിച്ച തലവേദന ഉണ്ടാവും. ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പ് തുറന്നു വിടുന്ന ആ വെള്ളത്തിന്റെ സൗണ്ട് പോലും എനിക്ക് കേൾക്കാൻ പറ്റൂല. തുറന്നു വിട്ടിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ബക്കറ്റ് നിറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോയി കുളിക്കുക. അങ്ങനെ എനിക്ക് അത്ര പോലും സൗണ്ട് പറ്റില്ലായിരുന്നു. ടിവിന്റെ സൗണ്ട് ഒന്നും, വീട്ടിലെ കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ തലവേദനയായിരിക്കും. അങ്ങനെയുള്ള ഞാന് നമ്മളുടെ എന്നും പാരസെറ്റമോള് ഡെയിലി കഴിക്കും. പുറത്തു പോയി വന്നാൽ പാരസെറ്റമോള് കഴിക്കും. അത് കഴിക്കാണ്ട് എനിക്ക് മാറൂല. അങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ദോഷവശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും എനിക്കത് കഴിച്ചാലേ മാറുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ബിലോ 37 കഴിച്ചു. അത് സമയത്ത് കഴിച്ചിട്ട് പിന്നെ ഞാൻ പാരസെറ്റമോളിന്റെ ഒരു കഷ്ണം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു, വേദന കുറയാണ്ട്. അങ്ങനെ 1-2 തവണ ബിലോ 37 അടുപ്പിച്ച് കഴിച്ചു. അതിനുശേഷം തലവേദന ഇടയ്ക്കൊക്കെ വരുമ്പോഴൊക്കെ ബിലോ 37 കഴിക്കും. അങ്ങനെ എന്തുകൊണ്ടോ ആ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പുറത്തു പോയി വരുമ്പോഴുള്ള തലവേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അത് എനിക്ക് എന്താ പറയുക, ഒരു ബിസിനസ്സിൽ വന്ന ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതാണ്. കാരണം അതല്ലെങ്കിൽ ഞാൻ പാരസെറ്റമോളിന് അടിമയാണെന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ എപ്പോഴും അതിന്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, പലയിടത്തും ഒരു ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പ്രത്യേകം പറയാറുണ്ട്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയ ക്ലാസ് എന്താണോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ ഉപയോഗിക്കാനും അതിന്റെ റിസൾട്ട് അനുഭവിക്കാനും മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്താ പറയാ ചികിത്സാ രീതിയാണെന്ന് മനസ്സിലായതും ഒക്കെ. അപ്പൊ ഒരുപക്ഷെ ആ ബിലോ 37 ഞാൻ പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്നും പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയായേനെ. എന്റെ കിഡ്നി പെട്ടെന്ന് തന്നെ പോയേനെ. അപ്പൊ എന്തായാലും അത് രണ്ടും എനിക്ക് ജീവിതത്തിൽ എനിക്ക് വലിയൊരു റിസൾട്ടാണ് ഈ ഒരു ബിസിനസ്സിൽ വന്നതിനെ കൊണ്ട്. ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഇന്ന് ഇത് രണ്ടും മാത്രം പറയാം. താങ്ക് യു.